പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 9th ടെക്സ്റ്റ് ബുക്കൊക്കെ മാറി സിലബസിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ചാൻസ് ഇല്ല. അതേപോലെ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രീവിയസ് ഇയറിൽ നിങ്ങളുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സിലബസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഏരിയയിൽ നിന്ന് ഒരുപാട് വർഷങ്ങളിൽ ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുക. നല്ലപോലെ സിലബസ് പഠിച്ചതിന് ശേഷം, കാരണം കെമിസ്ട്രി എക്സാം ലാസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒരു റിവിഷനായിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 1 to 5. ഈച്ച് ക്യാരീസ് 1 സ്കോർ. അല്ലേ? ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ സയൻറ്റിസ്റ്റ് ഹൂ സജസ്റ്റഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം ഈസ് ഡാഷ്. അതായത് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം സജസ്റ്റ് ചെയ്തിരിക്കുന്ന സയൻറ്റിസ്റ്റ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ റൂദർഫോർഡ്. ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് ഓഫ് കാർബൺ ആർ കോമൺലി കോൾഡ് ഡാഷ്. ആൻസർ അമോർഫസ് കാർബൺ. നിങ്ങൾക്കറിയാം അല്ലേ? അതായത് അലോട്രോപ്സുകളെ രണ്ടായിട്ടാണ്, കാർബൺ അലോട്രോപ്സുകളെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് എന്നും അമോർഫസ് അലോട്രോപ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഷേപ്പുള്ള അലോട്രോപ്സ് ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് എന്നും, ക്രിസ്റ്റൽ ഷേപ്പ് ഇല്ലാത്ത അലോട്രോപ്സ്, നോൺ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ് അമോർഫസ് കാർബൺ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ റിലേഷൻ തന്നിട്ടുണ്ട്. നൈട്രജൻ N2 എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓസോൺ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓസോൺ നമുക്ക് O3 എന്നാണ് എഴുതുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് 18 ഇൻ ദ പീരിയോഡിക് ടേബിൾ ആർ കോൾഡ് ഡാഷ്. നമുക്കറിയാം അല്ലേ, പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പാണുള്ളത്. 18th ഗ്രൂപ്പ് എലമെൻറ്റ് പൊതുവെ അറിയപ്പെടുന്നത് നോബിൾ ഗ്യാസസ് എന്ന പേരിലാണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 2Na plus Cl2 gives 2NaCl. അതായത് എല്ലാത്തിൻ്റെയും മുകളിലായിട്ട് ഓക്സിഡേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. 2Na 0 ആണ്, Cl2 ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. സോ ഗിവ്സ് 2NaCl എന്നുള്ളതിൽ Naൻ്റെ ഓക്സിഡേഷൻ നമ്പർ 1+ ആണ്, Cl ഓക്സിഡേഷൻ നമ്പർ 1- ആണ്. വിച്ച് ഈസ് എ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഹിയർ. ഇവിടെ ഏതാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ എന്നും, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സ് റിഡക്ഷൻ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് Na ആണ്. അതായത് 0ൽ നിന്ന് 1+ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, അയാളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ Naക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ Naയിൽ നിന്ന് ഓക്സിഡേഷന് വേണ്ടി സഹായിച്ചു കൊടുക്കുന്ന ആൾ ക്ലോറിനാണ്. സോ ക്ലോറിൻ ഈസ് എ ഓക്സിഡൈസിങ് ഏജൻറ്റ്. ദെൻ ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 6 to 10. ഈച്ച് ക്യാരീസ് 2 സ്കോർ. അതായത് ഇനി പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. Some statements regarding atom are given below. Select the correct statement. A. Atom has a center called nucleus. B. In an atom, the entire mass is concentrated at its nucleus. Then C. The energy of orbit decreases as the distance from the nucleus increases. Then D. In an atom, the number of protons and electrons are not equal. അതായത് ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കറക്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ആറ്റം ഹാസ് എ സെൻറ്റർ കോൾഡ് ന്യൂക്ലിയസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആറ്റത്തിനൊരു കേന്ദ്രഭാഗമുണ്ട്, ഒരു സെൻറ്റർ ഉണ്ട്, അതിനെ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ദെൻ ബി, ഇൻ ആൻ ആറ്റം ദി എൻറ്റയർ മാസ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ഇറ്റ്സ് ന്യൂക്ലിയസ്. അല്ലെ, നമുക്കറിയാം ഒരാറ്റത്തിൻ്റെ എൻറ്റയർ മാസ് ഏകദേശം കൂടുതൽ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. അതും കറക്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ദെൻ സി, ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഡിക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ആ സി ഓപ്ഷന്
അതായത് ഫാൾസ് ആണ്, അത് തെറ്റാണ്. അത് കറക്റ്റ് ആൻസർ വരിക ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ഓർബിറ്റിൻ്റെ എനർജി കൂടി വരികയാണ് ചെയ്യുന്നത്. ദെൻ ഡി, ഇൻ ആൻ ആറ്റം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ നോട്ട് ഈക്വൽ. അതായത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമല്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ഈക്വലാണ്. നമുക്കറിയാം ഒരാറ്റത്തിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോണുകളുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു ഏരിയ നിങ്ങൾ തീർച്ചയായിട്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് കവർ ചെയ്യാൻ വേണ്ടിയാണ്. ദെൻ 7th ക്വസ്റ്റ്യൻ, ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അതിൻ്റെ ആറ്റോമിക് നമ്പർ 13 ആണ്, മാസ് നമ്പർ 27 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ന്യൂക്ലിയസും ഇതേപോലെ എന്ത് ചെയ്യുക, ഷെൽ ഓർബിറ്റൽ ലെവലുള്ള ഫിഗറാണ് ഇവിടെ വരയ്ക്കേണ്ടത്. ദെൻ 8th ക്വസ്റ്റ്യൻ, ഹീറ്റ് ദ ബോയിലിംഗ് ട്യൂബ് കണ്ടെയ്നിങ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു ബോയിലിംഗ് ട്യൂബിനെ ചൂടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇൻസേർട്ട് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദി മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്, വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ, വിച്ച് ഗ്യാസ് ഈസ് ഒബ്റ്റെയിൻഡ്. ഇത് പേജ് നമ്പർ 145 പ്രിപ്പറേഷൻ ഓഫ് ഓക്സിജൻ ഇൻ ലബോറട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ട്. ആ ഒരു ഏരിയ ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ആ പ്രിപ്പറേഷനും ഞാൻ ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആൻസറൊക്കെ അവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയിട്ട് പോകണം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഒരു ഇൻസേർട്ട് എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്, വാട്ട് ഈസ് ദ ഒബ്സർവേഷൻ. അപ്പോൾ അതിൻ്റെ ഒബ്സർവേഷനായിട്ട് വരുന്നത് ദ മാച്ച് സ്റ്റിക്ക് ബേൺസ് മോർ ബ്രൈറ്റ്ലി. അതായത് ആ തീപ്പെട്ടിക്കൊള്ളി നല്ല പോലെ എന്ത് ചെയ്യുക, നമ്മളൊരു എരിയുന്ന തീപ്പെട്ടിക്കൊള്ളിയാണ് കാണിക്കുന്നത്, അതിൻ്റെ കനലായിട്ട് വരുന്ന ഭാഗങ്ങൾ. അപ്പോൾ നല്ല പോലെ എന്ത് ചെയ്യാണ്, കത്തുകയാണ് ചെയ്യുന്നത്. അതിൽ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഈസ് ഒബ്റ്റെയിൻഡ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ ആണ്. ദെൻ ഇതേപോലെ ഞാൻ പറഞ്ഞിരുന്ന ഈ ഏരിയ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ പഠിച്ചു വെക്കണം. അവിടുന്ന് അതേപോലെ ആ ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9, റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 144 ഡീറ്റെയിൽ ആയിട്ട് ഓർഗാനിക് ഫെർട്ടിലൈസറും കെമിക്കൽ ഫെർട്ടിലൈസറും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 2-3 പോയിൻറ്റ് രണ്ടും നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നാമത്തേത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതായത് പ്രകൃതി സൗഹൃദമായിട്ടുള്ളതാണ് ഓർഗാനിക് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ്, മെയിൻറ്റെയിൻ ദ ഒറിജിനൽ നാച്ചർ ഓഫ് ദ സോയിൽ. അതായത് ഓർഗാനിക് ഫെർട്ടിലൈസർ ആഡ് ചെയ്യുന്നത് കൊണ്ട് മണ്ണിൻ്റെ സ്വാഭാവിക ഘടനയൊന്നും നഷ്ടപ്പെടുന്നില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അവിടെ ആ ഒരു പേജിലെ ഒരു ബോക്സ് ടേബിൾ നല്ലപോലെ നോക്കിയിട്ട് പോകണം. ദെൻ 10th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ. പേജ് നമ്പർ 101 അവിടെ ഓരോന്നിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ 4 റിയാക്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. റിയാക്ഷൻസിൻ്റെ ഡെഫിനേഷനും അതേപോലെ ഏത് റിയാക്ഷന് തന്നിട്ടുണ്ടെങ്കിലും അതേതാണെന്ന് എഴുതാൻ പറയും. നമ്മൾ കഴിഞ്ഞ ഹാഫ് ഇയർലിക്കൊക്കെ ചോദിച്ച പോലെ തന്നെ. അപ്പോൾ ആ റിയാക്ഷൻസ് അതിലൊരു നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓരോന്നിൻ്റെ ഡെഫിനേഷൻ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏത് റിയാക്ഷൻ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളതിൻ്റെ ആൻസർ, റിയാക്ഷൻ ഇൻ വിച്ച് ആൻ എലമെൻറ്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെൻറ്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ. അതായത് ഒരു കോമ്പൗണ്ടിലെ ഒരു എലമെൻറ്റ് മറ്റൊരു എലമെൻറ്റിനാൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അവിടുന്ന് മാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അത്തരം റിയാക്ഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് Zn+2HCl ഗീവ്സ് ZnCl2+H2. ദെൻ നെക്സ്റ്റ് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ആൻസർ എനി 4 ക്വസ്റ്റ്യൻ ഫ്രം 11 to 15, ഈച്ച് ക്യാരീസ് 3 സ്കോർ. ദെൻ 11th ക്വസ്റ്റ്യൻ, atomic number and mass number of an atom X are 17 and 35 respectively. Symbol is not real. അതായത് ഇവിടെ യഥാർത്ഥ സിമ്പൽ അല്ല കൊടുത്തിട്ടുള്ളത്. ദെൻ അതിൽ ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റ് ദ ആറ്റം യൂസിങ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പറും മാസ് നമ്പറും ഉപയോഗിച്ചിട്ട് ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ് 17 35 എന്നാണ് വരിക. അതായത് അറ്റോമിക് നമ്പർ താഴെയാണ് ഇത്, മാസ് നമ്പർ മുകളിലാണ് ഇത്. ആ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ ബി, ഹൗ മെനി ന്യൂട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് ആറ്റം. ഈ ആറ്റത്തിൽ എത്ര ന്യൂട്രോണുകളാണ് കാണപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ന്യൂട്രോണിൻ്റെ എണ്ണം കാണാൻ മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്താൽ മതി. സോ 35 - 17 = 18. ഫൈൻഡ് ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദിസ് എലമെൻറ്റ്. ഇവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലോറിനാണ്. നമുക്കറിയാം ക്ലോറിൻ 17th ഗ്രൂപ്പ് എലമെൻ്റ് ആണ്.
അതായത് ഓരോ ഗ്രൂപ്പിൽ വരുന്ന കുറച്ച് എലമെൻസിൻ്റെ എക്സാമ്പിളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചതാണ്. ദെൻ ഇതിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആയിരിക്കും. ദി നമ്പർ ഓഫ് ഷെൽ ഇൻ ആൻ ആറ്റം ഓഫ് എലമെൻറ്റ് ഈസ് ദെയർ പീരീഡ് നമ്പർ. ഒരാറ്റത്തിലെ ഷെല്ലുകളുടെ എണ്ണമാണ് നമ്മൾ പീരീഡ് നമ്പറായിട്ട് പറയുന്നത്. അപ്പോൾ അറ്റോമിക് നമ്പർ 17 ആകുന്ന സമയത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 287. അപ്പോൾ അവിടെ 3 ഷെല്ലാണുള്ളത്. അതുകൊണ്ട് പീരീഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 12th question. The following equation shows the preparation of a gas in the laboratory. Then ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 2 KMnO4 plus heat gives K2MnO4 plus MnO2 plus X. Which is the gas X? ഇവിടെ X എന്ന് പറഞ്ഞ ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ X എന്ന് പറഞ്ഞത് ഓക്സിജൻ ഗ്യാസ് ആണ്. How is this gas identified? എങ്ങനെയാണ് ഈ ഗ്യാസ് തിരിച്ചറിയുന്നത്? Insert a burning matchstick to the mouth of the boiling tube. If the matchstick burns more brightly, it is oxygen. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചത്. അതിപ്പോൾ ഒരു ഏരിയയിൽ തന്നെ 2 ക്വസ്റ്റ്യന് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ലപോലെ നോക്കിയിട്ട് പോകണേ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന പുറത്തു പോകുന്ന ഗ്യാസ് ഓക്സിജൻ ആണെന്ന് അറിയാം. അപ്പോൾ ഈ ഗ്യാസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈ ബോയിലിംഗ് ട്യൂബിൻ്റെ മൗത്തിൽ വെക്കുന്ന സമയത്ത് അത് നല്ലപോലെ ബ്രൈറ്റായിട്ട് കത്തുകയാണെങ്കിൽ നമുക്ക് പറയുന്നത് ആ ഗ്യാസ് ഓക്സിജനാണ്. ദെൻ സി ടു വിച്ച് കാറ്റഗറി ദിസ് റിയാക്ഷൻ ബിലോങ്. ഇവിടെ ഒരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷൻ ഏത് കാറ്റഗറിയിലാണ് ഈ റിയാക്ഷൻ വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ തന്നിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ഇപ്പോൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 or more കോമ്പൗണ്ട്സ് ആയിട്ട് മാറുകയാണെങ്കിൽ അത്തരം റിയാക്ഷനാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം. ദെൻ 13th question. ഇവിടെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് കോവാലൻ ബോണ്ട് ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ടിൽ ഏത് ടൈപ്പ് കോവാലൻ ബോണ്ടാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്? അതായത് നിങ്ങൾക്കറിയാം ആ ഒരു ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സിംഗിൾ ബോണ്ടാണ്. ദെൻ വാട്ട് ആർ ഹൈഡ്രോ കാർബൺസ്. എന്താണ് ഹൈഡ്രോ കാർബൺസ്? ഹൈഡ്രോ കാർബൺസ് ആർ കോമ്പൗണ്ട്സ് ദാറ്റ് കണ്ടെയ്ൻ ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതായത് ഒരു സ്ട്രക്ചറിൽ കാർബണും ഹൈഡ്രജനും മാത്രമാണ് അടങ്ങിയിട്ടുള്ളതെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെ നമ്മൾ ഹൈഡ്രോ കാർബൺസ് എന്നാണ് പറയുന്നത്. ദെൻ സി ക്വസ്റ്റ്യൻ. ദ അബിലിറ്റി ഓഫ് ദി ആറ്റം ഓഫ് ആൻ എലമെൻറ്റ് ടു കമ്പൈൻ എമംഗ് ദംസെൽവ്സ് ഈസ് കോൾഡ് കാറ്റിനേഷൻ. എനിക്കറിയാം, അതായത് ഒരു ആറ്റത്തിന് ഒരു എലമെൻ്റിലെ ആറ്റത്തിന് മറ്റാറ്റങ്ങളുമായിട്ട് അതേപോലെയുള്ള മറ്റാറ്റങ്ങളുമായിട്ട് കൂടിച്ചേരാനുള്ള കഴിവിനാണ് എന്താ പറയുക, കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാറ്റിനേഷൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു എലമെൻ്റാണ് കാർബൺ. അതുകൊണ്ടാണ് കാർബൺ കോമ്പൗണ്ട്സ് ഇത്രത്തോളം അധികം വരുന്നത്. ദെൻ 14th question. സ്ട്രക്ചർ ഓഫ് 2 crystalline allotropes ഓഫ് കാർബൺ ഈസ് ഗിവൺ ബിലോ. താഴെ 2 സ്ട്രക്ചർ തന്നിട്ടുണ്ട്, ഫിഗർ എയും ഫിഗർ ബിയും. വിച്ച് എമംഗ് ദീസ് ഈസ് എ സ്ട്രക്ചർ ഓഫ് ഡയമണ്ട്. താഴെ തന്നിട്ടുള്ളതിൽ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഫിഗർ എ ആണ് ഡയമണ്ടിൻ്റെ സ്ട്രക്ചറായിട്ട് വരുന്നത്. ദെൻ ബി. വിച്ച് ഓഫ് ദീസ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഹാസ് നോ ഫ്രീ ഇലക്ട്രോൺ. ഈ തന്നിട്ടുള്ള ഫിഗറിൽ ഏതിലാണ് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത്? ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് ഫിഗർ എ അല്ലെങ്കിൽ ഡയമണ്ടിൻ്റെ സ്ട്രക്ചറിലാണ്. അതായത് ഡയമണ്ടിലെ ഓരോ കാർബൺ ആറ്റവും മറ്റ് 4 ആറ്റങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും കാണപ്പെടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഡയമണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടർ അല്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല. ദെൻ സി. ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻറ്റ്. വൈ? ഗ്രാഫൈറ്റ് ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. പേജ് നമ്പർ 139 ഇതിൻ്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രാഫൈറ്റിൻ്റെ ഫിഗർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഗ്രാഫൈറ്റ് ഹാസ് എ ലെയർഡ് സ്ട്രക്ചർ വിത്ത് ഈച്ച് ലെയർ അറേഞ്ച്ഡ് വൺ എബോവ് ദി അതർ. അതായത് ഒരു ലെയർഡ് സ്ട്രക്ചറാണ്, ഓരോ ലെയറും മറ്റൊന്നിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത പോലെയാണ് കാണപ്പെടുന്നത്. ദർ ഈസ് നോ കൊവാലൻ ബോണ്ടിങ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ഗ്രാഫൈറ്റ്. ഈ ഗ്രാഫൈറ്റുകൾ തമ്മിൽ അവിടെ കൊവാലൻ ബോണ്ടൊന്നും കാണപ്പെടുന്നില്ല. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ് ഈസ് വീക്ക്. ഈ ലെയേഴ്സ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ്. ഹെൻസ് വൺ ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ ദി അതർ. അതായത് ഒരു ലെയറിന് മറ്റൊരു ലെയറിന് മേലെ തന്നെ നീങ്ങാൻ കഴിയും. സോ ഗ്രാഫൈറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ലൂബ്രിക്കൻറ്റ്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡയമണ്ടിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. എന്തുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആവുന്നത്, ഡയമണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആവാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഗ്രാഫൈറ്റിൻ്റെ ഒരു എക്സ്ട്രാ പോയിൻറ്റും കൂടെ ഉള്ളത്, ഡയമണ്ടിൽ ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്നില്ല. സോ ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ബട്ട് ഇൻ ഗ്രാഫൈറ്റ് ദർ ഈസ് ഫ്രീ ഇലക്ട്രോൺ. അതായത് ഗ്രാഫൈറ്റിൽ ഒരു ഫ്രീ ഇലക്ട്രോൺ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു ഏരിയ നല്ലപോലെ പഠിച്ചിട്ട് പോവുക. ദെൻ 15th ക്വസ്റ്റ്യൻ, ഹൈഡ്രജൻ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ബിക്കോസ് ഓഫ് ഹൈ കലോറിഫിക് വാല്യൂ. ഞങ്ങൾക്കറിയാം ഹൈഡ്രജൻ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂവലാണ്, അതുകൊണ്ട് ഇതൊരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് കലോറിഫിക് വാല്യൂ? The calorific value of a fuel is the heat energy released from unit mass of the fuel on complete combustion. അതായത് ഒരു യൂണിറ്റ് മാസ് ഫ്യൂവൽ കംപ്ലീറ്റ് ആയിട്ട് കത്തുന്ന സമയത്ത് പുറത്തുവിടുന്ന ഹീറ്റ് എനർജിയുടെ അളവിനാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ള ഒരു ഫ്യൂവൽ ഹൈഡ്രജനാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് എനി അതർ അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ. അതായത് ഹൈഡ്രജൻ ഫ്യൂവലിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവലിന് ഹൈ കലോറിഫിക് വാല്യൂ എന്നുള്ളത് ഒരു പോയിൻ്റാണ്. നെക്സ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്, വെൻ ഹൈഡ്രജൻ ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ ഈസ് വെരി ലോ സിൻസ് വാട്ടർ ഇസ് ദ ഓൺലി പ്രൊഡക്റ്റ് ഫോംഡ്. അതായത് ഹൈഡ്രജൻ കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാട്ടർ മാത്രമാണ്, അതുകൊണ്ട് പൊല്യൂഷൻ്റെ സാധ്യത വളരെ കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടുമാണ് ഹൈഡ്രജൻ്റെ മെറിറ്റായിട്ട്, ഹൈഡ്രജൻ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുന്ന സമയത്തുള്ള മെറിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സി, അതെപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഹൈഡ്രജൻ ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ, ഗിവ് റീസൺ. ഹൈഡ്രജൻ ഇത്രത്തോളം മേന്മകൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഒരു ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 136 ഈ ക്വസ്റ്റ്യൻ്റെ മുഴുവൻ ആൻസറും. സോ ഹൈഡ്രജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ബേൺസ് വിത്ത് ആൻ എക്സ്പ്ലോഷൻ. ഒരു സ്ഫോടനത്തോടു കൂടി കത്തുന്ന ഒരു ഗ്യാസാണ് ഹൈഡ്രജൻ. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു സ്റ്റോർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഹൈഡ്രജൻ. ഹൈഡ്രജനെ സ്റ്റോർ ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഹൈഡ്രജൻ ഒരു ഡൊമസ്റ്റിക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ലപോലെ കവർ ചെയ്തിട്ട് പോകണേ. Then 16th question, carbon monoxide and carbon dioxide are two compounds formed by the combination of carbon and oxygen. അതായത് കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും കിട്ടുന്നത്. റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ദി ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡിൻ്റെ ഫോർമേഷനുള്ള ഒരു കെമിക്കൽ ഇക്വേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ആൻസറായിട്ട് വരുന്നത് 2C+O2 gives 2CO. Then അതിലെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി ഗ്യാസസ് മിക്സ്ഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ടു പ്രിപ്പയർ വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ് റെസ്പെക്റ്റീവ്ലി. വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസും കിട്ടാൻ വേണ്ടി കാർബൺ മോണോക്സൈഡിൻ്റെ കൂടെ ഏതൊക്കെ ഗ്യാസുകളാണ് മിക്സ് ചെയ്യുന്നത് എന്നാണ്. നമുക്കറിയാം, ടു പ്രൊഡ്യൂസ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ലൈക്ക് വാട്ടർ ഗ്യാസ് ലഭിക്കണമെങ്കിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് മിക്സ് ചെയ്യേണ്ടത്. ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡും നൈട്രജനുമാണ് മിക്സ് ചെയ്യുന്നത്. ദെൻ അതിൽ സി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ഇൻഹെയിലിംഗ് ഓഫ് എക്സസ് കാർബൺ മോണോക്സൈഡ് ലീഡ്സ് ഈവൻ ഡെത്ത്. വൈ? അതായത് നമ്മൾ അധികമായിട്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുകയാണെങ്കിൽ അത് മരണത്തിലേക്ക് വരെ കാരണമാവാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, കാർബൺ മോണോക്സൈഡ് റിയാക്ട് വിത്ത് ദ ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ആൻഡ് ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. നിങ്ങൾക്കറിയാം, കാർബൺ മോണോക്സൈഡ് ബ്ലഡിലെ ഹീമോഗ്ലോബിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ പുതിയൊരു കോമ്പൗണ്ടാണ് ഉണ്ടാകുന്നത്. ആസ് എ റിസൾട്ട് ദ കപ്പാസിറ്റി ഓഫ് ബ്ലഡ് ടു ക്യാരി ഓക്സിജൻ ഈസ് ഡിക്രീസ്ഡ് ലീഡിങ് ടു ഡെത്ത്. അതായത് ഇതിൻ്റെ ഫലമായിട്ട് ബ്ലഡിന് ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള കഴിവ് കുറയുകയും അതിൻ്റെ ഫലമായിട്ട് മരണത്തിന് വരെ കാരണമാവാമെന്നുമാണ് പറയുന്നത്. ഇത് പേജ് നമ്പർ 142 ഇതിൻ്റെയൊക്കെ ആൻസർ കൊടുത്തിട്ടുള്ളത്. അതിൽ അതേപോലെ കാർബണേറ്റും ബൈകാർബണേറ്റും എന്ന് പറഞ്ഞൊരു സൈഡ് ഹെഡിങ് ഉണ്ട്. അതിൽ വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ ഇതിൻ്റെയൊക്കെ കെമിക്കൽ ഫോമുല പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ദെൻ 17th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സൊല്യൂട്ട് ഇൻ സോഡ വാട്ടർ? അതായത് സോഡ വാട്ടറിലെ സൊല്യൂട്ട് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സോഡ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്യുന്നതാണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡാണ് സൊല്യൂട്ടായിട്ട് വരുന്നത്. Then B question, how much water in ml is needed to dissolve 200 gram of potassium nitrate for preparing a solution having a concentration of 20%? അതായത് ഇവിടെ നിങ്ങൾക്ക് മാസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 ആണ്. ഇവിടെ 200 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റിനെ ഡിസോൾവ് ചെയ്യാൻ എത്ര മില്ലി ലിറ്റർ വാട്ടറാണ് ആവശ്യമുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോൺസെൻട്രേഷൻ 20% ആണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. മാസ് ഓഫ് സൊല്യൂട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ഈക്വൽ ടു 200 ഗ്രാം എന്ന് എഴുതാം. ദെൻ മാസ് ഓഫ് സോൾവൻ്റ് ഇവിടെ നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ദെൻ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് മാസ് ഓഫ് സോൾവൻ്റ് ആണല്ലോ, സോ 200 + x. ദെൻ മാസ് പെർസെൻറ്റേജ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100. ദാറ്റ്സ് ഈക്വൽ ടു 20%.
സോ 200 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 200 പ്ലസ് എക്സ് ഈക്വൽ ടു 20 എന്നാണ് വരിക. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് 20,000 ഈക്വൽ ടു 200 പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 20, അതായത് താഴെയുള്ള 200 പ്ലസ് എക്സ് മുകളിലേക്കും 20 താഴേക്കും വരികയാണ് ചെയ്യുന്നത്. 1000 ഈക്വൽ ടു 200 പ്ലസ് എക്സ്, അതായത് 20,000 20 ഡിവൈഡ് ചെയ്യുമ്പോൾ 1000 ആൻസർ കിട്ടും. ദെൻ 1000 മൈനസ് 200 ഈക്വൽ ടു എക്സ്, അഥവാ എക്സ് എന്ന് പറഞ്ഞാൽ 800 ml ആയിരിക്കും ആൻസർ. ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മേ ബി ചിലപ്പോൾ മാസ് പെർസെൻറ്റേജ് കാണാൻ ഡയറക്റ്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിന് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ സി, വാട്ട് ഡു യു മീൻ ബൈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ? അതായത് എന്താണ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എ സൊല്യൂഷൻ കണ്ടെയ്ൻ എ ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഈസ് നോൺ ആസ് എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷനിൽ കൂടുതൽ അളവിൽ സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം സൊല്യൂഷനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ദെൻ 18th ക്വസ്റ്റ്യൻ, എ സൈക്ലിക് ഹൈഡ്രോകാർബൺസ് ഹാസ് എ മോളിക്കുലർ ഫോർമുല C6H12. അതിൽ എ ഓപ്ഷനായിട്ട് വരുന്നത് ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ദിസ് കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ടിന് 6 കാർബൺ ആറ്റവും 12 ഹൈഡ്രജൻ ആറ്റവും അടങ്ങിയിട്ടുള്ള ഒരു സൈക്ലിക് ഹൈഡ്രോകാർബണിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Then B question, write the condensed formula of the open chain hydrocarbon having the same molecular formula. അതായത് ഇതേ മോളിക്കുലർ ഫോർമുല വരുന്ന C6H12 മോളിക്കുലർ ഫോർമുല വരുന്ന ഒരു ഓപ്പൺ ചെയിൻ ഹൈഡ്രോകാർബണിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് CH2 ഡബിൾ ബോണ്ട് CH, CH2, 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 CH3. അതായത് 6 കാർബൺ ആറ്റവും ഹൈഡ്രജനും വരും. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് കൂടെ ഉണ്ടാവും, കാരണം ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 12 ആണല്ലോ. ദെൻ അതിൽ സി ക്വസ്റ്റ്യൻ, ഗിവ് ദ നെയിം ഓഫ് ദീസ് 2 കോമ്പൗണ്ട്. ഈ 2 കോമ്പൗണ്ടുകളുടെയും, അതായത് എയുടെയും ബിയുടെയും പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ആൻസറായിട്ട് വരെ സൈക്ലോ ഹെക്സൈൻ ആണ്. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെക്സീൻ ആയിരിക്കും. ദെൻ 19th ക്വസ്റ്റ്യൻ, ഇവിടെ ക്വസ്റ്റ്യനിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ കെമിക്കൽസ് റിക്വയർഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ ഗ്യാസ്? ഈ ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷനായിട്ട് ആവശ്യമായിട്ടുള്ള കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. KMnO4, കോൺസെൻട്രേറ്റഡ് HCl ആണ് എന്ത് ചെയ്യുന്നത് ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പേജ് നമ്പർ 148 ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷനും ആ ഒരു ഫിഗറും ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷനും. ദെൻ അതിൽ ബി ക്വസ്റ്റ്യൻ, വൈ ഈസ് ക്ലോറിൻ ഗ്യാസ് പാസ്ഡ് ത്രൂ വാട്ടർ? അതായത് ആ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, ക്ലോറിൻ ഗ്യാസിനെ ആദ്യം വാട്ടറിലൂടെയും പിന്നെ സൾഫ്യൂരിക് ആസിഡിലൂടെയും കടത്തി വിടുന്നുണ്ട്. അതിൻ്റെ രണ്ടിനെയും ആൻസർ പേജ് നമ്പർ 149 ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 2 ആൻസറും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബി ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വൈസ് ക്ലോറിൻ ഗ്യാസ് പാസ് ത്രൂ വാട്ടർ. എന്തിനാണ് ക്ലോറിൻ ഗ്യാസിനെ വാട്ടറിലൂടെ കടത്തിവിടുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എ സ്മോൾ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പർ ഈസ് ഓൾസോ റിലീസ്ഡ് എലോങ് വിത്ത് ദ ക്ലോറിൻ ഗ്യാസ്. ഈ ക്ലോറിൻ ഗ്യാസിൻ്റെ കൂടെ ഒരു ചെറിയൊരളവിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പറും കൂടെ അടങ്ങിയിട്ടുണ്ടാവും. ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ഡിസോൾവ് ഇൻ വാട്ടർ വെൻ പാസ്ഡ് ത്രൂ ഇറ്റ്. അതായത് ഈ ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട്. അതായത് വാട്ടറിലൂടെ കടത്തി വിടുന്ന സമയത്ത് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ഡിസോൾവ് ആയി അതിനെ റിമൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ക്ലോറിൻ ഗ്യാസിൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് അതിനെ വാട്ടറിലൂടെ കടത്തി വിടുന്നത്. ഇതിൽ സി ക്വസ്റ്റ്യൻ, വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ടു റിമൂവ് മോയ്സ്ചർ ഫ്രം ക്ലോറിൻ? ഇവിടെ ഏത് സബ്സ്റ്റൻസ് ആണ് മോയ്സ്ചർ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നേരെ തിരിച്ചും വരാം. ഇതിൻ്റെ ആൻസർ സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് സൾഫ്യൂരിക് ആസിഡിലൂടെ പാസ് ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. സൾഫ്യൂരിക് ആസിഡ് ക്യാൻ അബ്സോർബ് ദ വാട്ടർ വേപ്പർ ഇൻ ദ ക്ലോറിൻ ഗ്യാസ്, സോ ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറായിട്ട് വരുന്നത് സൾഫ്യൂരിക് ആസിഡ് എന്ന് മാത്രം ആൻസർ ചെയ്താൽ മതി. ഇതിൽ ഡി ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർഡ്? ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിങ് ഡ്രൈ ക്ലോറിൻ ഗ്യാസ് ത്രൂ ഡ്രൈ സ്ലേക്കഡ് ലൈം. അതായത് ഡ്രൈ ക്ലോറിൻ ഗ്യാസിനെ ഡ്രൈ സ്ലേക്കഡ് ലൈമിലൂടെ കുമ്മായപ്പൊടിയിലൂടെ കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20, മോളിക്കുലർ ഫോർമുല ഓഫ് സം ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ ബിലോ. C3H8, C4H8, C4H10 ആൻഡ് C3H6. വിച്ച് എമംഗ് ദീസ് ആർ ആൽക്കെയിൻസ്? ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് ആൽക്കെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ എല്ലാത്തിൻ്റെയും ജനറൽ ഫോർമുല പഠിച്ചു വെക്കണം. ആ ജനറൽ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്താൽ മതി. അതായത് ഇവിടെ ആൽക്കൈൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കറിയാം ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല CnH2n+2 ആണ്.
ഈ ഒരു ഓപ്ഷൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് C3H8ഉം C4H10ഉമാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ജനറൽ ഫോർമുല ഓഫ് ആൽക്കീൻസ്? ആൽക്കീൻസിൻ്റെ ജനറൽ ഫോർമുല CnH2n. ദെൻ സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ആൽക്കൈൻ ഹാവിങ് 3 കാർബൺ ആറ്റം. 3 കാർബൺ ആറ്റം അടങ്ങിയിട്ടുള്ള ആൽക്കൈനിൻ്റെ മോളിക്കുലർ ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൽക്കൈൻ്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2 ആണ്. അപ്പോൾ കാർബണിൻ്റെ എണ്ണം ഇവിടെ 3 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 2n-2 ആണ്. സോ 3 × 2 6 - 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഇതിൻ്റെ മോളിക്കുലർ ഫോർമുല C3H4 ആണ്. ദെൻ ഡി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ആൽക്കൈൻ. ഈ ആൽക്കൈനിൻ്റെ പേരെഴുതാൻ. സോ പ്രൊപ്പൈൻ എന്നാണ് ഇതിൻ്റെ നെയിം. അപ്പോൾ ഒരു 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നിവിടെ വീഡിയോ ആയിട്ട് ചെയ്തത്. ഇനി തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനിയും പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഞാൻ എക്സാം ആകുമ്പോഴേക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഈ സമയം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടട്ടെ. അതേപോലെ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.